നമസ്കാരം, ബിഗ് പ്രാങ്ക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ താല്പര്യമുള്ള ഒരാളാണ് ബിഗ് പ്രാങ്ക്സിൽ എത്തുന്നത്. വിനോദ് എന്ന് പറഞ്ഞ ഒരാളാണ് ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കണമെന്ന താല്പര്യത്തോടു കൂടി വന്നിരിക്കുന്നത്. ഇനി എന്തൊക്കെ സംഭവിക്കും, എന്തൊക്കെ ആവും എന്നുള്ളതൊക്കെ നമുക്ക് കാണാം. എനിക്ക് എത്ര റോൾ ഉണ്ടാവും? ഇനി ഒരു 2 റോള് ഉണ്ടാവും. അത് പെട്ടെന്ന് തന്നെ വിട്ടേക്കാം. 2 മണിക്കുള്ളിൽ തീർച്ചയായിട്ടും വിട്ടേക്കാം. കുഴപ്പമില്ല, അതിന് മുമ്പ് തന്നെ വിട്ടേക്കാം. സാറേ, നമ്മളെ പറഞ്ഞ മറ്റേ നായിക അവിടെ നിന്ന് നടന്നാ വരുന്നത്. അത് ശരി. വില്ലൻ അവിടെ വില്ലൻ ആ ഭാഗത്തേക്ക് ഇദ്ദേഹമാണ് മറ്റേ മധ്യവയസ്സിന്റെ. പിന്നെ വില്ലൻ എന്ത് ചെയ്യും? കൊണ്ടുവരും. എത്ര സമയം എടുക്കും? സമയമില്ല, ഒരു 5 മിനിറ്റുള്ളിൽ. 5 മിനിറ്റിനുള്ളിൽ എത്തുവോ? ശരി ശരി. ചാച്ചി, ഇവിടെ എന്തിരുന്നു ചേച്ചി? ഷൂട്ടിങ്ങാ? എന്താ എൻ്റെ സിനിമ? ടെലിഫിലിമാണ്. ആര് നടി? ആര്? സിനിമ നടിയാണോ? അറിയില്ലേ? ഞാൻ പറഞ്ഞ നായകനാണ്. ഓഹോ, നിൽക്കുന്നത്. അത് ശരി. വരാൻ പറ. നമ്മൾ പറഞ്ഞ എന്റെ പേരെങ്ങനെ? വിനോദ്. പുള്ളിക്കാരൻ്റെ പിന്നെ സീൻ എന്താണ്? ആദ്യത്തെ നമ്മുടെ വിജനമായ വഴിയിൽ ഒറ്റയടി പാതയിലൂടെ നായിക നടന്നു വരുന്ന സീനാണ്. അപ്പം വെള്ള ഡ്രസ്സുമായിട്ട് ഈ വെള്ള പാൻറ് ഷർട്ടും ഉടുപ്പും ധരിച്ച് വരുന്ന ഇതാണ് നായിക. ഇതൊരു സിനിമയുടെയാണ്. ഒരു ടെലിഫിലിമാണത്. എന്താ? എവിടെ ആണോ? പരിചയമുണ്ടോ? എനിക്ക് പരിചയമൊന്നുമില്ല ചേട്ടാ. ഇച്ചിരി ഡയലോഗ് ഇതാണ്. ഒന്നുകൂടെ പറഞ്ഞുതരും സാറേ. ഡയലോഗ് ഇതാണ് സാറേ. പ്രായം അതല്ലേ, പൊട്ടിച്ചോടിയെങ്കിലല്ലേ ഉള്ളൂ അത്ഭുതം. പിന്നെ വിക്രമ, ഞാൻ ഈ പ്രായമൊക്കെ കഴിഞ്ഞാണ് വന്നത് എന്ന് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, നിന്നെ കുറച്ച് ദിവസം കൊണ്ട് ഇവിടെയുള്ള ഇടവഴിയിലൊക്കെ പതുങ്ങി നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, എസ്റ്റേറ്റ് മുതലാളിയുടെ ഭാര്യയുമായിട്ടുള്ള നിന്റെ ഈ കൊഞ്ചിക്കൊഴിച്ചിലുണ്ടല്ലോ, അയാൾ അറിഞ്ഞാൽ അയാളുടെ കയ്യിലുള്ള തോക്ക് കൊണ്ട് നിന്നെ വെടിവെച്ചു കൊല്ലും. ഈ വരുന്നത് കണ്ടോണ്ടാണ് പറയുന്നത്. അദ്ദേഹത്തിനോട് പറയുന്നത്, അദ്ദേഹം ഒഴിവാക്കി പോകാൻ വേണ്ടിയാണ് ഇത്ര ദേഷ്യപ്പെടുന്നത്. മനസ്സിലായോ? നീ വിനോദല്ലേടി? ആശുപത്രിയിൽ ജോലിയുണ്ട്. എന്ത് പ്രശ്നം? നീ ഇവിടെ അഭിനയിക്കും വന്ന? നിങ്ങൾ അങ്ങോട്ട് മാറിയിരിക്കുക, ഞങ്ങൾ ഇത് ചെയ്യട്ടെ. അങ്ങോട്ട് മാറിയിരിക്കുക. അറിയാം, പോയി മാറി. നമ്മൾ കൂട്ടുകാരല്ലേടി? കൂട്ടുകാരൻ പറയുന്നത് തേങ്ങ പോലെ എനിക്ക് എനിക്കറിയാം. വിനോദ്, നിനക്ക് എന്നെ അറിഞ്ഞൂടെ? അറിയത്തില്ല എനിക്ക്. ഞങ്ങൾക്ക് എന്നെ പേരറിയാവുന്ന എനിക്ക് എങ്ങനെ അറിയാം? ആശുപത്രിയിലല്ലേ? അങ്ങനെ ഒരുപാട് പേരെ അറിയാം, അതുകൊണ്ടല്ലേ. നീ ആശുപത്രി? എനിക്ക് നിങ്ങളെ അറിയത്തില്ല. നിങ്ങൾ കൂടെ ഒരു കാര്യം ചെയ്തോണ്ടിരിക്കും. എന്റെ കൂട്ടുകാരനാണ് സാറേ, ഞങ്ങളെ കൂട്ടുകാരനാണ്. എന്താണ് ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾ ഷോർട്ട് ഫിലിം എടുക്കുകയാണെന്ന് പറഞ്ഞില്ലേ ചേട്ടാ? പിന്നെ എന്താ ചേട്ടൻ കിടന്ന് വെള്ളം ഉണ്ടാക്കുന്നത്? എന്റെ കൂട്ടുകാരൻ. ഏത് കൂട്ടുകാരനാ? നീ എന്റെ കൂട്ടുകാരനാ? നിന്റെ കൂട്ടുകാരനൊന്നുമല്ല. നിനക്ക് എങ്ങനെ അറിയാമായിരിക്കും? നീ ആശുപത്രിയിൽ വരണം, ഞാൻ വരും നാളെ. നീ ലിഫ്റ്റിൽ നിൽക്കില്ല, നീ ലിഫ്റ്റിൽ നിൽക്കുകയല്ല. ഞാൻ രാവിലെ വരുവാടാ. അവിടെ ചെറുക്കറിയോ? എന്താ വിക്രമം പിന്നെ എവിടെ ഇരിക്കുന്നത്? എന്റെ ഒരു മൂരിക്കിടാവ് കയറ് പൊട്ടിച്ച് ഇതുവഴി ഇത് പോയി. അതിനെ പിടിക്കാനായിട്ട് ഇരിക്കുക. മൂരിക്കിടാവോ? കുറെ നാളുകൊണ്ട് ഇത് മൂരിക്കിടാവ് അതിലെ കിടന്ന് ഓടുന്നുണ്ട്. ഓടിയില്ലേ ഉള്ള വിഷയം. നീ ഇവിടെ
അടുത്ത നമ്മുടെ ബംഗ്ലാവിലെ ആ മുതലാളിയുടെ ഭാര്യയായിട്ട് നിനക്ക് എന്തോ ചുറ്റിക്കളിയൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടില്ല? ഉണ്ടോ? ഇടയിലേ 2 വാറിൽ തോക്കാ. ഇന്ന് നെഞ്ചത്ത് കയറാൻ സൂക്ഷിച്ചു. ഈ പ്രായമൊക്കെ കഴിഞ്ഞ മോനെ ഞാൻ ഇങ്ങോട്ടൊന്ന് വന്നത് കേട്ടാ. ആ സൂക്ഷിച്ച ദുഃഖിക്കണ്ട. അതായത് പുള്ളിക്കാരൻ നടന്നു വരുന്നു. എന്നാ വിനോദ് പറയാം, ഒന്ന് നിന്നേ, ഇങ്ങനെ കൈ കാണിക്കും, ഒന്ന് നിന്നേ. നിങ്ങളുടെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. ഇന്ന് എനിക്ക് 2-1 അറിയണം. ഇദ്ദേഹത്തെ ഒന്ന് ഒഴിവാക്കാവോ? വീഡിയോ മരിച്ചോണ്ടിരിക്കുന്നു. എന്താ ഇത്? ഫ്രെയിമിൽ വരും. നിങ്ങൾ ശല്യം ചെയ്യാതെ പോ. നേരത്തെ പറഞ്ഞ് ശല്യം ചെയ്യല്ലേ, പോവാൻ പറഞ്ഞതാ. നിന്റെ കൂട്ടുകാരൻ ഞാൻ നിന്റെ കൂട്ടുകാരൻ ഒറ്റ നിന്റെ കൂട്ടുകാരൻ എനിക്ക് അറിയത്ത് പോലും ആശുപത്രി ജോലിയുള്ളതല്ലേ. പോട്ടെ, ഞാൻ ഇവിടെ ഇരിക്കാം. ഞാൻ ഇവിടെ ഇരിക്കാന്ന്. അണ്ണാ അണ്ണാ എനിക്ക് അണ്ണന്റെ ഒരു കാര്യം സംസാരിക്കണം. ഹലോ, മര്യാദക്ക് പറയുന്നുണ്ട്. എനിക്ക് പോണം ചേട്ടാ, എളുപ്പം വേഗം കേട്ടോ. ഒന്ന് നിന്നേ. നിങ്ങളുടെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. ഇന്ന് എനിക്ക് 2-1 അറിയണം. അപ്പൊ അന്നേരം പുള്ളിക്കാർ പറയുന്നത് നിന്റെ സോക്കേട് ഇന്നത്തോടുകൂടി ഞാൻ മാറ്റിത്തരാം. എന്നിട്ട് ഞാൻ പലതവണ പറഞ്ഞിട്ട് എന്നെ വന്ന് ശല്യം ചെയ്യരുതെന്ന്. അങ്ങനെ പറഞ്ഞു. ഞാനും ഇത് തന്നെ പറയാൻ തുടങ്ങിയത്. പലതവണയും ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞതാ. നിങ്ങൾക്ക് എന്നെ അറിയാം, എനിക്ക് നിങ്ങളെയും അറിയാം. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നിന്റെ ഇഷ്ടം. അന്നേരം പുള്ളിക്കാരി അത് അതിന് മറുപടി ഞാൻ പറഞ്ഞോളാം അന്നേരം കേട്ടോ. അല്ല, ഞാൻ താഴോട്ട് വരുന്നുണ്ടേ. വണ്ടി അവിടെ വരുവോ? ഒന്ന് നിന്നേ, ഞാൻ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായില്ല. നിന്നോട് ഞാൻ പറഞ്ഞു എന്റെ പുറകെ നടക്കാൻ. പല തവണ പറഞ്ഞിട്ടുണ്ട് എന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നു. അപ്പൊ നിനക്കിപ്പോ എന്താ ആവശ്യം? അല്ല, ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുവാ. ഞാൻ പലതവണ പറഞ്ഞില്ലേ? എന്ത് പറഞ്ഞു? നീ എന്ത് പലതവണ പറഞ്ഞു? ഞാൻ നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? നീ എന്നെ ശല്യം ചെയ്യുമല്ലേ? നിന്റെ സൂക്കേട് എന്താണെന്ന് എനിക്കറിയാം. ആ സൂക്കേട് ഞാൻ ആശുപത്രി ജോലിയുള്ളല്ലേ. പിന്നെ സൂക്കേട് ചേച്ചി, അവൻ ആശുപത്രി ജോലിയാ. പിന്നെ അവന് സൂക്കേടെങ്കിൽ അവൻ കൊണ്ട് ചികിത്സിക്കൂലേ? അതാ ചേട്ടാ, ഇത് ഡയലോഗാ ചേട്ടാ. ഇയാളോട് ഞാൻ കുറെ നേരം കൊണ്ട് പറഞ്ഞു. നിനക്ക് പിന്നെ അസുഖമാണെന്ന് പറഞ്ഞാൽ നിനക്ക് ആശുപത്രി കാണിച്ചൂടെ? നീ പോടെ, നിനക്കെന്ത് പടി? ഇവനെ പട്ടി കേസം കണ്ടാണ്. എന്തൊരു കഷ്ടമെന്ന് പറഞ്ഞു. നിനക്ക് സൂക്കേട് എന്ന് പറഞ്ഞിട്ട് അവര് അതങ്ങനെ, അത് വേറെ കാര്യങ്ങൾ പറഞ്ഞല്ലേ. ഞങ്ങളിത് ഇത് ഷൂട്ട് ചെയ്തോണ്ടിരിക്കും. ഇത് എന്തൊരു ശല്യം ഇത്. പിന്നെ എന്റെ കൂട്ടുകാരെ നീ എന്റെ മച്ചാൻ കമ്പനി അല്ലേടാ? ഇവൻ ചുമ്മാ വട്ട് കേസാൻ കണ്ടാണ്. ഇവനോട് പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഇവന് പറഞ്ഞു വിട്ടെങ്കിൽ കഞ്ചാവല്ലോ. അഞ്ഞെടുത്ത് ഞാൻ പോലീസിനെ വിളിക്കും. ചേട്ടാ, പോലീസ് ഒന്നും വിളിക്കണ്ട. നമ്മുടെ കാര്യം നടക്കണ്ടേ? ഞാൻ അങ്ങോട്ട് പോണു. ഒന്ന് ഒഴിഞ്ഞു തരാമോ? തീരുമ്പോ പറയണം, പൈൻ്റ് എടുത്ത് തരണം. എടുത്തുതരാം. ഇയാൾ അവിടെ പോയി ആശുപത്രി വരുമ്പോ എനിക്കൊരു പൈൻ്റ് എടുത്ത് അത് ആശുപത്രി വരുമ്പോ എടുത്തുതരാം. എടുത്തുതരാം. അങ്ങ് പോയാൽ മതി. ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കാ ചേട്ടൻ. അങ്ങ് പോ, ചെല്ലു, പോ, മേടിച്ചു തരാം. നീ ആശുപത്രി പോയി മേടിച്ചു തരാം. ഒന്നും പോയില്ല. മേടിച്ചു തരാം. പോ. ഞാനതിൽ എസ് മൂളി. എനിക്ക് പെട്ടെന്ന് പോണെന്ന് പറഞ്ഞോണ്ടാണ്. ഞാൻ താഴോട്ട് വരുവാണേ. വണ്ടി അവിടെ വരുമല്ലോ. കുറെ നാളായി ഞാൻ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ പറഞ്ഞു എന്റെ പുറകെ നീ നടക്കാൻ. എനിക്ക് ഇയാളെ അത്രയ്ക്ക് ഇഷ്ടമായിട്ടാണ്. ഞാൻ നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? നിന്നോട് പലതവണ പറഞ്ഞിട്ടില്ല എന്റെ പുറകെ നടന്ന് ശല്യം ചേരുന്നു. എനിക്ക് തന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ? അതുകൊണ്ടാണ്. എടോ, ഞാൻ തന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. തന്നോട് ആര് പറഞ്ഞു എന്റെ പുറകെ നടക്കാൻ? തന്നെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട്. എനിക്ക് തന്നെ ഇഷ്ടമല്ല. പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നു. എനിക്കറിയാം എനിക്ക് എന്താ ചെയ്യേണ്ടത്. പറഞ്ഞ് മനസ്സിലായോ?
ഇതിനെന്താ മറുപടി തരണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടല്ലോ. കുറെ നാളായി. ഓക്കെ സാർ, ഓക്കെ. ഒന്ന് മാറ്റ്, ഇതൊന്ന് മാറ്റ്, ഒന്ന് സംസാരിക്കട്ടെ, ഒന്ന് സംസാരിക്കട്ടെ. ഇതൊന്ന് പെട്ടെന്ന് ക്ലിയർ ചെയ്യുക. ഇത് കാണും, ഇങ്ങനെ നിൽക്കരുത്, ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കണം. അപ്പൊ ചരിഞ്ഞ് നിൽക്കുമ്പോൾ ഈ ഫേസ് കംപ്ലീറ്റ് കാണും. കംപ്ലീറ്റ് കാണുന്നുണ്ടെ പുള്ളിക്കാരി ഇങ്ങനെ ഡയലോഗ് അടിക്കും. എന്താണ് നിന്റെ അസുഖം എന്താണെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ അന്നേരം തന്നെ എന്റെ അസുഖം എന്താണെന്ന് അറിയത്തില്ലേ, എനിക്ക് നിങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇനി എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും ശരി, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ഇനി അലക്കി വിട്ടെങ്കിലും ശരിയാവട്ടെ. നീ അലക്കൊന്നും വേണ്ടേ? എടാ ഞാൻ നല്ലവണ്ണം അലക്കി ഉണ്ടാക്കാം. നീ ഇനി എന്നെ അലക്കണം. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങളോട് ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞു. നിങ്ങൾക്ക് അറിയാമെങ്കിൽ അറിയാം, പോട്ടെ. നിങ്ങൾ തീർന്ന സംഭവം, നിങ്ങളങ്ങ് പോ. നിങ്ങൾ പോകാൻ പറഞ്ഞു. ഞാൻ പോ. എനിക്കറിയില്ല സാർ, ഞാനിവിടെ ആദ്യമായിട്ടാണ്. ഇയാൾ എവിടുത്തുകാരനാണ്? ഇയാളെ വീട് എവിടാ? പിന്നെ വിനോദിന്റെ പേരും പറഞ്ഞു വരുന്ന പിന്നെന്തുവാ? അതെ, എനിക്ക് സംശയം. എന്നെ അറിയാവുന്നതായിരിക്കും, ഹോസ്പിറ്റലിൽ നിന്ന് അറിയാവുന്നതായിരിക്കും. എടാ കുഞ്ഞെ, എന്നാ പിന്നെ നീ ഭരിച്ചെടുത്ത് എവിടെയും കൊണ്ടുകളാം. ഇത് അഭിനയിക്കണോ വേണ്ടായോ? ഇനി എനിക്ക് എന്റെ ക്ഷമ പരിചയം, എനിക്ക് അറിയാൻ വയ്യാത്ത എടെ വിനോദ വിനോദ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് കാര്യം പറയും. എടി വിനോദേ എന്ന് വിളിക്കട്ടോ. അല്ല ഞാൻ ഞാൻ പോട്ടുന്നു. പോട്ടണ എല്ലായിടത്തും ഞാൻ അറിയണ എല്ലായിടത്തും അറിയണ. നീ ഞാൻ അവിടെ എവിടെയും ചുറ്റിപ്പറ്റി നിൽക്കണേ. അവര് ഫൈൻ പറഞ്ഞടേ നടന്നു. ഫല്ലക്കളി താടിക്ക് 2 എണ്ണം കൊടുത്തു വിടെ. ഷടാ, ഇതെന്ത് പറയാന്ന് പറ. എന്റെ പൊന്നിട്ട് അതിനെ വിളിക്കുക, അതിനെ വിട്. അങ്ങേര് വല്ല കൂലൊക്കെ ഇടിക്കും ചിലപ്പോ. പോലെ ഇതെന്തോ ഇത്? ഇനി നീ അങ്ങോട്ട് വന്നാൽ നീ മേടിച്ചു കേട്ടാ. ഇനി നീ അങ്ങോട്ട് വന്നാൽ മേടിച്ചു. എന്തോ പറയണം, നല്ല സമയം. എന്തോ ചേട്ടാ ഇത്? ഓക്കെ, അല്ലല്ലോ, ഞങ്ങളാരും തല്ലിയല്ലോ. നമ്മൾ അങ്ങനെ കേറി പോയി. അവന് ഞാനോട്ട് ഭയങ്കര കമ്പനിയാണ്. ഏത് കമ്പനിയാണ്? അത് ഇവിടെ അല്ലല്ലോ, ഈ ലൊക്കേഷനിലെ കാണിക്കണ്ടോ? ഇത് കഴിഞ്ഞിട്ട് പറയാം. ഇത് കഴിയട്ടെ, പറഞ്ഞിട്ട് അറിയോ കമ്പനി പറയാം. ഞങ്ങളേ ഈ 2 ഡയലോഗ് പറഞ്ഞു. ഇതൊന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ അങ്ങോട്ട് വരാം, വന്നിട്ട് നമുക്ക് സംസാരിക്കാം. പോരെ? കഴിഞ്ഞു. ഇതെല്ലാം മാറ്റി വെക്കണേ. ഞാൻ എങ്ങനെ പറഞ്ഞേ? മറിഞ്ഞ് നിക്കരുത്. ഫേവർ ചെയ്യണം. ക്യാമറയിൽ നോക്കുകയും ചെയ്യരുത്, നമ്മുടെ ഫേസ് അതിൽ വരികയും ചെയ്യണം. എക്സ്പ്രഷൻ ആയിട്ട് ഒരുപാണ്ടേ, അവരതൊക്കെയാണ് നോക്കുന്നത്. മനസ്സിലായോ? ഹലോ, ഞാൻ താഴോട്ട് വരുവാണേ. ഓക്കെ. അവിടെ നിൽക്കും. ഞാൻ കുറേ നാളുകളായി പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. നിങ്ങളിതിന് മറുപടി എന്താ പറയാത്തത്? എനിക്ക് മറുപടി പറയാൻ സൗകര്യമില്ല.
നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ ശല്യം ചെയ്തതെന്ന്. എനിക്ക് നിങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. ഞാൻ നിന്നോട് പറഞ്ഞത് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടം. നീ എന്റെ അടുത്തടുത്ത് നീ അവിടെ നീ നിന്റെ സൂക്കേട് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതിനെന്താ പരിഹാരം ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പറഞ്ഞ മനസ്സിലായല്ലോ? എന്ത് പറഞ്ഞാലും എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങോട്ട് പോയി ഇരിക്കട്ടെ, ഞാൻ വരാം. ശരി. എന്ത് കൊടുക്കാനാണ്? എനിക്കറിയാൻ നമ്മൾ എന്ത് ചെയ്യാനാ? അങ്ങോട്ട് പോകും, അവിടെ പോയി ഇരിക്കും. ഞാൻ വന്നിട്ട് മറ്റേ ചേട്ടൻ പോയിട്ടുണ്ട്. അത് നമുക്ക് പിന്നെ പറയാം. ചേട്ടൻ അങ്ങോട്ട് മാറി. അടിച്ചില്ല, അങ്ങോട്ട് മാറിക്കേ. അങ്ങോട്ട് പോയി ഞാനിപ്പോ വരാം ചേട്ടാ. അവിടെ ചെന്നിരി. നേരത്തെ ഇതല്ലല്ലോ പറഞ്ഞത്. അതെ, ഞാൻ അവിടെ ചെന്നിരി. ഞാൻ വരുവാ, ഞാൻ വരാം. അങ്ങോട്ട് ചെന്നിരി, ഞാൻ വരാം. ഇരുന്ന എന്റെ പൊന്നു ചേട്ടാ, അവിടെ നിന്ന് പോയി സമയം കളയും. ഇതൊന്നും എടുത്തില്ല. അത് അങ്ങോട്ട് ചേട്ടൻ അവിടെ പോയി നേരത്തെ ഭയങ്കര അടിയായിരുന്നല്ലോ. ഇപ്പൊ അങ്ങോട്ട് പോയി എന്താ നീ പാവം പോലെ നിൽക്കണം? ഇപ്പം ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞില്ലേ? നീ എന്ത് ചെയ്യാൻ പോണു ഇവിടെ? പറയാം. ഇപ്പൊ ഒരു സീൻ എടുത്തിട്ട് നീ ഒരു സീൻ എടുക്കണ്ട. നീ എടുക്കണ്ട. ചേടാ, നീ സീൻ എടുക്കണ്ട. നമ്മുടെ ഞങ്ങളുടെ സീൻ, എന്റെ സീൻ കഴിഞ്ഞല്ലോ. ഇവിടെ ഈ വലിയ വിഷയമാണെങ്കിൽ എനിക്ക് പറ്റത്തില്ല. എന്റെ സീൻ കഴിഞ്ഞല്ലോ. ഞാൻ എപ്പോ കോട്ടേന്നാ എന്റെ ഉണ്ടോ ഇനി? നിങ്ങളൊന്ന് മാറി. എന്താണെന്ന് സാറിന് അറിഞ്ഞൂടെ? നിങ്ങളുടെ ആര് പറഞ്ഞു? ഞങ്ങള് സാറേ, ഞാൻ രാത്രി നിന്നെ നീ വല്ല വല്ല നിന്നെ ഞാൻ കൊല്ലും. സാറേ, ഇവ എന്റെ ഒരു ഫ്രണ്ടാണ്. അവിടെ പോയി ഞാൻ ഇത് ചെയ്തിട്ട് വരാം. നിന്റെ പേര് വിനോദല്ലേ? നിക്ക് ഒരു മിനിറ്റ് ചേട്ടാ, ഒരു മിനിറ്റ്. നിന്റെ പേര് വിനോദ തന്നെ? നിന്റെ പേര് വിനോദ തന്നെ? സാറേ, നിന്റെ പേര് വിനോദ തന്നെ? നീ ഹോസ്പിറ്റലിൽ വരികയാണ്. നീ ഇവിടെ എന്തിനാണ് വന്നത്? നമ്മളിവിടെ ഷൂട്ടിംഗ് ചെയ്തോണ്ടിരിക്കും. എന്റെ ഷൂട്ടിങ്? ഇതൊരു സീരിയലിന്റെ ആണല്ലേ? പക്ഷെ ഇത് സീരിയലിന്റെ അല്ല വിനോദേ. ശരിക്കും ഇതെന്ന് പറഞ്ഞാൽ ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമാണ്. ഞാനും അതിന്റെ ആർട്ടിസ്റ്റാണ് ഇതിന്റെ കൂടെ ഉള്ളത്. അല്ലാതെ ഇതൊരു ഷൂട്ടിംഗ് അല്ല, ഇതൊരു പ്രാങ്ക് ഷോ ആണ്. അതിനകത്ത് ക്യാമറ നോക്കണം. സാറേ പറഞ്ഞു ഒരു വിനോദേ, ഇത് ശരിക്കൊരു പ്രാങ്ക് ഷോ ആണ്. ഞങ്ങളെല്ലാം കൂടെ പ്ലാൻ ചെയ്ത് പറയില്ല സാർ, എല്ലാം കൂടെ പ്ലാൻ ചെയ്തിട്ട് നമ്മളങ്ങനെ വിനോദിനെ അഭിനയിക്കാനുള്ള ഒരു ചാൻസ് ഞങ്ങൾ തന്നതാണ്. വിനോദിനെ അഭിനയിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് മോഹമാണെന്ന് ഞങ്ങളടുത്ത് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് പ്രാങ്ക് ഷോ ആണ്. അപ്പൊ ഞങ്ങൾക്ക് ഇതിനകത്ത് ഇങ്ങനെ ഒരു അവസരം തരാൻ പറ്റൂ. ഇനി കൂടുതൽ ഉയരങ്ങളിലോട്ട് വിനോദ് കയറിപ്പോ നല്ല ആക്ടറാണ്. ഓക്കെ, ഇത് ആർട്ടിസ്റ്റാണ്, അത് നമ്മുടെ ക്യാമറമാനും. ഇവൻ നിങ്ങളെ വിളിച്ചോണ്ട് പെടുത്തിയതാണ്. ഇത് നമ്മളെ ഡയറക്ടർ സാറായിട്ട് നിന്നത്. ഞങ്ങളിന്ന് ഇന്നത്തെ പ്രാങ്ക് അരങ്ങേറിയത് അടൂർ പന്നിവിഴയാണ്. നമ്മളെ ഉത്തമൻ ചേട്ടനാണ് നമുക്ക് വേണ്ട സപ്പോർട്ട്. ഉത്തമൻ ചേട്ടനും ഹരിയും എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമുക്ക് ഈ പരിസരത്ത് ഷൂട്ട് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നത്. ഇത് ഉത്തമൻ ചേട്ടൻ്റെ വീടാണ്. പുള്ളിയെ പ്രത്യേകിച്ച് നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എല്ലാവരും അറിയാവുന്നവർക്കൊക്കെ അറിയാം അല്ലേ? അതെ. പിന്നെ നമ്മളിവിടെ സപ്പോർട്ടിന് ഹരിയെ എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ മുരളിച്ചേട്ടൻ ഉണ്ടായിരുന്നു, പ്രാങ്ക് ചെയ്ത ആളിനെ അറിയാം, വിനോദ്. പിന്നെ സുന്ദരി ചേച്ചി, അതായത് ഉത്തമൻ ചേട്ടന്റെ വൈഫാണ്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടായിരുന്നു ഇവിടുത്തെ ഉത്തമൻ ചേട്ടനും ടീമെല്ലാം കൂടെ ചേർന്ന് തന്നെ. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടത് വിനോദിനാണ്. വിനോദിന് ഇത് ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു അല്ലേ? നേരത്തെ എന്തെങ്കിലും? ഇല്ല, നേരത്തെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ശേഷം ഞാൻ ഹരിയോട് പറയായിരുന്നു നമുക്കൊരു ചെറിയ ഷോർട്ട് ഫിലിം ചെയ്യണമെന്ന് പറയായിരുന്നു. അങ്ങനെയാണ് ഹരി ഇത് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് കൊണ്ടെത്തി. ഇതിപ്പോ ഷോർട്ട് ഫിലിം തുടങ്ങി അവസാനം പ്രാങ്കിലോട്ട് അവസാനിച്ചില്ലേ? പക്ഷെ പേടിക്കേണ്ട, നല്ല ആക്ടറാണ്. കാര്യം എന്ന് വെച്ചാൽ അവിടെ നടന്നതല്ല. പിന്നെ പുള്ളിയെ ഡിസ്റ്റർബൻസ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇത്ര ഇടിച്ചത്. പക്ഷെ ഓരോ ഇടി ഇത്ര കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. ഈ കയ്യിൽ നിന്ന് ഇത് എങ്ങനെ കിട്ടിയെന്നാണ്. എന്നാലും നല്ലൊരു ഭാവിയുണ്ട് ചേട്ടന്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു നടയടിയായിട്ട് കണക്കാക്കിയാണ് ഈ വീഡിയോയിലോട്ടുള്ള എൻട്രി. എങ്കിലും പിന്നെ ബിഗ് പ്രാങ്ക്സിന്റെ കുറച്ച് സമ്മാനങ്ങളുണ്ട്, വാങ്ങണം. ഓക്കെ, ആദ്യമായിട്ട് ബിഗ് പ്രാങ്ക്സിന്റെ ഒരു ക്യാഷ് പ്രൈസ്. ഗ്രേസൺ ഇൻഫോ സിസ്റ്റം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ് മണ്ടറക്കോണം പട്ടിയർക്കാർ നൽകുന്ന സമ്മാനം. കോശി യുറേഷ്യ ട്രാവൽ അയർലൻഡ് നൽകുന്ന സമ്മാനം. ബിഗ് പ്രാങ്ക്സ് നൽകുന്ന മറ്റൊരു സമ്മാനം. അപ്പോൾ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ വന്ന് പൈസ ആണ് കിട്ടുന്നത്. ഇതിപ്പോൾ പൈസയും കിട്ടി, സമ്മാനങ്ങളും കിട്ടി, ഊപ്പാടും വന്ന്. ഓക്കെ.